Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൊബൈൽ കൺട്രോൾഡ് ഫയർ വർക്കാണ്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് നമുക്ക് വേണ്ടത് ESP8266 NodeMCU, പിന്നെ NodeMCU ഫിറ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ, 2 ചാനൽ റിലേ, ബക്ക് കൺവെർട്ടർ, Nichrome Wire, ഒരു സ്വിച്ച്, പിന്നെ കുറച്ച് ജമ്പർ വയർ. ആദ്യം നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ ചെല്ലണം. ബ്ലിങ്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യണം. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണം. പ്രൊജക്ട് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഡിവൈസ് NodeMCU സെലക്ട് ചെയ്യണം. കണക്ഷൻ ടൈപ്പ് വൈഫൈ. അതിനുശേഷം ക്രിയേറ്റ് സെലക്ട് ചെയ്യണം. ജിമെയിലൊരു ഒതൻറ്റിക്കേഷൻ ടോക്കൺ വരും. അത് കോപ്പി ചെയ്യണം. ഇത്രയുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഭാഗം. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അഡ്രിനോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് ഫയൽസിൽ ചെന്നിട്ട് എക്സാമ്പിൾസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ബ്ലിങ്ക് സെലക്ട് ചെയ്യണം. അതിനുശേഷം ബോട്ട്സ് വൈഫൈ, അതിനുശേഷം ESP8266 സ്റ്റാൻഡ് ലോണ്. ഓപ്പൺ ആയതിനു ശേഷം ആദ്യം നമ്മൾക്ക് ജിമെയിലിൽ വന്ന ഒതൻറ്റിക്കേഷൻ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം വൈഫൈൻ്റെ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഇത്രയുള്ള പ്രോഗ്രാമിംഗ്. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ടൂൾസിൽ ചെന്നിട്ട് ബോർഡ് സെലക്ട് ചെയ്തിട്ട് പോർട്ട് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. NodeMCU വർക്ക് ചെയ്യണ 5 വോൾട്ടിലാണ്. ഇന്നത്തെ പ്രൊജക്റ്റിന് ഞാൻ ഉപയോഗിക്കുന്ന 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ 5 വോൾട്ടായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ബക്ക് കൺവെർട്ടർ ആണ്. ഇതിൻ്റെ അകത്ത് ബക്ക് കൺവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ 12 വോൾട്ട് കൊടുത്തിട്ട് പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ 5 വോൾട്ട് വരും. ഇപ്പോൾ ഔട്ട്പുട്ടിൽ ഏകദേശം 9 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5 വോൾട്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബക്ക് കൺവെർട്ടറിലേക്കുള്ള 12 വോൾട്ടിൻ്റെ വയർ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് റിലേൻ്റെ നോർമലി ഓപ്പൺ പോയിന്റ് ഏതാന്ന് നോക്കാം. ഇത് നോർമലി ക്ലോസ്ഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതാണ് നോർമലി ഓപ്പൺ പോയിന്റ്. ഈ പോയിന്റിലേക്ക് അയക്കണം നമ്മൾ റിലേൻ്റെ വയർ കൊടുക്കേണ്ടത്. വയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിൽ ചെല്ലണം. അതിനുശേഷം പ്ലസ് മാർക്ക് കാണാം, അതിന്മേൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സ്റ്റൈൽഡ് ബട്ടൺ കാണാം, അത് സെലക്ട് ചെയ്യണം. അതും ഒരാവശ്യം സെലക്ട് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ ആദ്യം തന്നെ ടൈറ്റിൽ കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് ടൈറ്റിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം പിൻ കാണാൻ പറ്റും. പിന്നിപ്പം ഞാൻ സെലക്ട് ചെയ്യണത് D4 ആണ്.
ഔട്ട്പുട്ടിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് 0 1 കാണാൻ പറ്റും. അതങ്ങനെ തന്നെ വെക്കണം. മോഡ് പുഷ് സ്വിച്ച് ആയിരിക്കണം. ഓൺ ലേബിൾ ഓഫ് ലേബിൾ ഓപ്ഷണലാണ്. ഓഫ് ബാക്ക്ഗ്രൗണ്ടും ഓൺ ബാക്ക്ഗ്രൗണ്ടും ഓപ്ഷനിലാണ്. ഇപ്പം ഞാനൊരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യണം. പിന്നെ എഡ്ജസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റൈൽ സോളിഡ്. അതിനുശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബട്ടൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. മോഡ്യൂളർ സ്പോണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. ഒരാവശ്യം കൂടി സെലക്ട് ചെയ്തിട്ട് 0 1 പകരം 1 0 ആക്കണം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട നിക്രോം വയർ ആണ്. പിന്നെ കൂടാതെ തീപ്പെട്ടിയും വേണം. ആദ്യം ഒരു നിക്രോം വയർ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ 2 വയറിൻ്റെ ഇടയിൽ കൂടി ചുറ്റണം. ഇതുപോലെ നിക്രോം വയർ പിരിച്ചു വെക്കണം. ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്തതിന് ശേഷം ഇനി നമുക്ക് തീപ്പെട്ടിക്കൊള്ളി 2ആയിട്ട് പൊളിക്കാം. നിക്രോം വയർ ഇതുപോലെ തീപ്പെട്ടിക്കൊള്ളിൻ്റെ ഇടയിൽ കൂടി കോർത്തെടുക്കണം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പടക്കം വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് എപ്പോഴും ഓഫ് പൊസിഷനിൽ ഇടണം. ഈ പടക്കത്തുമായി നിക്രോം വയർ ഫിറ്റ് ചെയ്യണ സമയത്ത് ഇത് ഓഫ് പൊസിഷനിൽ ഇരിക്കണം. പൊട്ടിക്കാൻ നേരത്തെ ഇത് ഓൺ പൊസിഷനിൽ ഇടണം. കാരണം അറിയാണ്ട് സോഫ്റ്റ്വെയറിന് വല്ല എറർ തന്നെയാണെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി കത്തും. അപ്പോൾ നിങ്ങൾക്ക് ഓടാൻ പറ്റിയ സമയം കിട്ടൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.